ുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടന്നിട്ടുള്ളത്. ബാക്കി എല്ലാ പരിശോധനകളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 30ഓളം ഇടങ്ങളിൽ പരിശോധന നടക്കുമെന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരുന്നത്. രാജ്യവ്യാപകമായിട്ട് തന്നെ സംസ്ഥാനമൊട്ടാകെ 30 ഇടങ്ങളിലുമായാണ് പരിശോധനകൾ നടക്കുന്നത്. അതിലിപ്പോൾ കോഴിക്കോട് നടക്കുന്ന അല്ലെങ്കിൽ കോഴിക്കോട്ടെ പരിശോധനയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് എവിടെയെല്ലാമാണ് ഈ പരിശോധന? എന്തെല്ലാമാണ് കോഴിക്കോട് നിന്ന് നൽകുന്ന വിവരങ്ങൾ? കോഴിക്കോട് തൊണ്ടയാടും മുക്കത്തുമായാണ് റോയൽ ഡ്രൈവ് എന്ന സ്ഥാപനത്തിൽ പരിശോധന നടക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കോഴിക്കോട് തൊണ്ടയാട് ഉള്ള ഈ സ്ഥാപനത്തിലും ഒപ്പം തന്നെ മുക്കത്തെയും സ്ഥാപനത്തിലാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത്. ഈ സ്ഥാപനവുമായി പൃഥ്വിരാജിന് ബന്ധമുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഈ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊന്ന്, ഈ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. അതിന്റെ തുടർച്ചയായി സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് 2 ഇടങ്ങൾ ഇപ്പോൾ ഈ പരിശോധന നടന്നു വരുന്നത്. ഈ ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ കേരളത്തിൽ വ്യാപകമായി വിറ്റുപോയി എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഈ പരിശോധന നടത്തുന്നത്. കസ്റ്റംസിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. റിയാസ്, നിലവിൽ ഈ കാർ ഷോറൂമുകളിലെ പരിശോധന കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ തന്നെയാണോ, അതോ മോട്ടോർ വാഹന വകുപ്പ് കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നിലവിൽ പരിശോധനയിൽ നിന്ന് മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ നേരിട്ട് ഇടനിലക്കാരുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ കാറുകൾ വിൽപ്പന ചെയ്തിരിക്കുന്നതുമായി ഈ ഷോറൂമുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം കണ്ടെത്താനായിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ കൂടുതൽ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തത കൈവരികയുള്ളൂ. ശരി, നിലവിൽ കേരളത്തിൽ 30 ഇടങ്ങളിലായാണ് കസ്റ്റംസിന്റെ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 ഇടങ്ങൾ എന്ന് പറയുന്നത് കൊച്ചിയിൽ 4 ഇടങ്ങളിലായാണ് നടക്കുന്നത്. കളമശ്ശേരിയിലുള്ള പൃഥ്വിരാജിന്റെ വീട്, അതുപോലെ തന്നെ പനമ്പിള്ളി നഗറിലും വൈറ്റിലയിലും മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും വീട്, നടൻ അമിത് ചക്കാലക്കലിന്റെ വീട് എന്നിങ്ങനെ 4 ഇടങ്ങളിലായി കൊച്ചിയിൽ പരിശോധന പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് തൊണ്ടയാടും മുക്കത്തുമുള്ള കാർ ഷോറൂമുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. മലപ്പുറത്തും പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ പൃഥ്വിരാജിന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നത് ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന ആണ്. എന്നാൽ മറ്റിടങ്ങളിൽ ഇപ്പോൾ ഭൂട്ടാൻ വാഹനക്കടത്ത് അല്ലെങ്കിൽ കള്ളക്കടത്ത് വാഹനവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ പരിശോധനയ്ക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് നടന്മാരുടെ വീടുകളിലും അതുപോലെ തന്നെ വ്യവസായികളുടെ വീടുകളിലും പരിശോധന വ്യാപിപ്പിക്കുന്നുണ്ട്. 30 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നമ്മൾ വിജിതയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. വിജിത, കൂടുതൽ വിശദാംശങ്ങൾ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ കോഴിക്കോടും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊച്ചിയിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റ് വിവിധ ജില്ലകളിൽ പരിശോധന നടക്കും. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്? ഓപ്പറേഷൻ നുംഖൂറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സംസ്ഥാനത്തുടനീളം പരിശോധനകൾ നടക്കുകയാണ്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിന്റെ ഭാഗമായാണ് 30 ഇടങ്ങളിലായി വിവിധ ജില്ലകളിൽ 30 ഇടങ്ങളിലായി പരിശോധന നടക്കുന്നത്. കൊച്ചിയിൽ പനമ്പിള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും വീടുകളിലും കളമശ്ശേരിയിലെ പൃഥ്വിരാജിന്റെ വീട്ടിലും ആണ് പരിശോധന നടക്കുന്നത്. അതുപോലെ തന്നെ തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലായും വിവിധ ഇടങ്ങളിൽ ഈ റെയ്ഡ് നടക്കുന്നുണ്ട്. കോഴിക്കോട് നടക്കുന്നത് തൊണ്ടയാട്, മുക്കം എന്നീ ഇടങ്ങളിലുള്ള ഒരു കാർ ഷോറൂമുമായി ബന്ധപ്പെട്ടാണ്. ഈ കാർ ഷോറൂമുകൾക്ക് പൃഥ്വിരാജുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോഴിക്കോട് 2 കാർ ഷോറൂമുകളിൽ പരിശോധന നടത്തുന്നത്. അതിനു പുറമെ നിരവധി വ്യവസായികളുടെ വീടുകളിലും പരിശോധന നടത്തും. ഏതാണ്ട് 150ഓളം കാറുകളാണ് കേരളത്തിൽ എത്തിയത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഭൂട്ടാൻ പട്ടാളം വിറ്റ SUV വാഹനങ്ങൾ, വാഹന റാക്കറ്റ് വലിയ വിലക്കുറവിൽ വാങ്ങുകയും പിന്നീട് അവ ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് വീണ്ടും രജിസ്ട്രേഷൻ ചെയ്ത് അവയെ കൂടിയ വിലയ്ക്ക് വിൽക്കുകയുമായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ കേരള